അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു തണുത്ത കോഫിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ കോഫി പൗഡർ 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നല്ലത്. ബ്രൂവോ നെസ്കഫെ അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ 1/2 ലിറ്റർ നല്ല തണുത്ത പാല് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ചേർത്തത്. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഹോം മെയ്ഡാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ അത് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പതയൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സിറപ്പാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കാരണം നമുക്ക് എന്ത് ജ്യൂസ് സെർവ് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാൻ നല്ലതാണ്. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കോഫി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ വിപ്പിംഗ് ക്രീം വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കോഫി ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കോഫി അടിച്ചെടുക്കുമ്പോൾ നല്ല പത വരും മുകളിൽ. ഇനി അത് നമുക്ക് കപ്പിൽ നിന്ന് കോരിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കുറച്ചധികം പതയുണ്ടാവും. അപ്പോൾ അത് ഈ ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിക്കാൻ വളരെ ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ട്രൈ ചെയ്താൽ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു റെഡ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം മടിയില്ലാണ്ട് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.